ഇപ്പൊ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മുടെ അസ്മാബി ചോദിക്കുകയാണ്, AIADMKയുടെ പിന്തുണ വിജയ് സ്വീകരിക്കുക. നമ്മൾ ഇനി പറയാൻ പോകുന്നത് AIADMKയുടെ പിന്തുണ വിജയ് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അസ്മാബി അറിയില്ല, വിജയ് ആണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല. പക്ഷെ അതിന്റെ ആവശ്യം തൽക്കാലം വിജയ്ക്ക് ഉണ്ടാകില്ല. AIADMK പിളർത്തി കുറച്ച് ട്വിസ്റ്റ് 24 ബിഗ് ബ്രേക്കിംഗ്. തമിഴ്നാട്ടിൽ വിജയുടെ TVKക്ക് AIADMKയുടെ 40 MLA-മാരുടെ പിന്തുണ എന്ന വാർത്തയാണ്. അതിൽ പിളർത്തി കുറച്ച് പേരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. മുൻമന്ത്രി CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് തീരുമാനം. ഇതിനിടെ 10 മണിക്ക് ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ചിട്ടുമുണ്ട്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഈ AIADMKയുടെ പിന്തുണ പൂർണ്ണമായി സ്വീകരിക്കുക എന്നതിലേക്കാണോ TVK കടക്കുന്നത്? അതല്ല അവിടെ നിന്ന് MLA-മാരെ അടർത്തിക്കൊണ്ടുവരിക എന്ന തന്ത്രത്തിലേക്കാണ്? GK ക്രിസ്റ്റീന, 3-1 MLA-മാർ അവരെ കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ KA സെങ്കോട്ടയ്യന്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമം നടന്നിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി റിസൾട്ട് വന്ന സമയം മുതൽ തന്നെ നടന്നിരുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും CV ഷൺമുഖം മുൻ മന്ത്രിയാണ്, സീനിയർ നേതാവാണ് AIADMKയുടെ. CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ 40 MLA-മാരുടെ പിന്തുണ നിലവിൽ TVKക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് AIADMK ഓഫീസിൽ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ MLA-മാരുടെ യോഗം ചേരുന്നുണ്ട്. ഒരു പക്ഷേ പൂർണ്ണമായും, കാരണം ബാക്കി 7 സീറ്റുകൾ മാത്രമാണ് AIADMKയുടെ കൈവശമുള്ളത്, പൂർണ്ണമായ ഒരു പിന്തുണ TVKക്ക് നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ്, ആ ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് പോകുന്നത്. TVKയെ സംബന്ധിച്ച് 47 സീറ്റുകൾ കൂടി വരുമ്പോൾ 155 സീറ്റുകളുടെ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ വലിയ സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കൺസിസ്റ്റന്റായി ഭരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുസ്ഥിര ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മറ്റ് പാർട്ടികൾ, അതായത് BJP-യുമായുള്ള അലയൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തമിഴ് ജനത കണ്ടിരുന്നത്. എന്തായാലും അതങ്ങ് ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ BJP-ക്ക് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ, BJP-യെ ഒഴിവാക്കിക്കൊണ്ട് AIADMKയുടെ MLA-മാർ, അല്ലെങ്കിൽ AIADMK എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പിന്തുണ കൃത്യമായി തന്നെ TVKക്ക് ലഭിച്ചാൽ അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് പോകാൻ എന്തായാലും TVKക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾ, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 40 MLA-മാർ വരുമ്പോൾ അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ നൽകേണ്ടി വരും. എന്തായാലും വളരെ കൺസിസ്റ്റന്റായി ഭരിക്കാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് എന്തായാലും ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. നേരത്തെ തന്നെ KA സെങ്കോട്ടയ്യന്റെ നേതൃത്വത്തിൽ കൃത്യമായി തന്നെ അവിടെ നിന്ന് MLA-മാരെ വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. തീവ്രമായ ശ്രമം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ പാർട്ടികളെ, വളരെ ചെറിയ സീറ്റുകളുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടി ഭരിക്കുന്നതിനെ, ഒരു കേവല ഭൂരിപക്ഷത്തിൽ എത്തിച്ച് ഭരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൺസിസ്റ്റന്റ് ആയ ഒരു ഭരണം അതുതന്നെയാണ് TVK ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു ശ്രമം, KA സെങ്കോട്ടയ്യന്റെ ഒരു ശ്രമം എന്തായാലും നിലവിൽ വിജയം കാണുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40 MLA-മാർ, ആകെ 47 MLA-മാരാണ് AIADMKക്കുള്ളത്. അതിൽ 40 MLA-മാർ എന്തായാലും പരിപൂർണമായും തന്നെ പിന്തുണ TVKക്ക് നൽകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം ഒരു പക്ഷേ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് AIADMK കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭരണത്തിൽ പങ്കാളിയാവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പോലും ഇരിക്കാൻ AIADMKക്ക് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം 73 സീറ്റുകളോട് കൂടിയിട്ട് DMK ഉണ്ട്, അവരായിരിക്കും പ്രതിപക്ഷത്തിരിക്കുക. ആ ഒരു രീതിയിൽ പോലും AIADMKക്ക് സഭയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു നിലയല്ല നിലവിലുള്ള സാഹചര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ ഭരണത്തിൽ പങ്കാളികളാവാം, മാത്രമല്ല അർഹിച്ച പ്രാധാന്യം, അർഹിച്ച സ്ഥാനമാനങ്ങൾ അതെന്തായാലും TVKയിൽ നിന്ന് ചോദിച്ചു മേടിക്കുകയും ചെയ്യാം. എന്തായാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 40 സീറ്റുകൾ, 40 നിയുക്ത MLA-മാർ എന്തായാലും TVKക്ക് ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അത് CV ഷൺമുഖം എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള AIADMK നേതാവിന്റെ നേതൃത്വത്തിലാണ് ആ രീതിയിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. GK ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.